വഞ്ചിയൂരിൽ CPM ഏരിയ സമ്മേളനത്തിലായി റോഡ് തടഞ്ഞ് വേദി കെട്ടിയ സംഭവത്തിൽ 30 പേരെ പ്രതി ചേർത്തു. ഹൈക്കോടതി വിമർശനത്തിന് പിന്നാലെയാണ് CPMകാരെ പ്രതി ചേർത്തത്. ഏരിയ സെക്രട്ടറി വഞ്ചിയൂർ ബാബു ഒന്നാം പ്രതി, വേദി കെട്ടിയവരടക്കമുള്ളവരെയാണ് പ്രതി ചേർത്തത്. രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, നമുക്കറിയാം ഈ KSRTC ബസ് കുടുങ്ങിയ സംഭവത്തിൽ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിക്ക് വളരെ ഗുരുതരമായി പരിക്കേറ്റിരുന്നു ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ പോലീസിന്റെ കെടുകാര്യസ്ഥത ആദ്യം തന്നെ പുറത്തു വന്നിരുന്നു. കാരണം ആർക്കെതിരെയും കേസെടുക്കാൻ പോലീസ് ആദ്യം തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ CPM നേതാക്കളെ പ്രതി ചേർത്തിരിക്കുന്നത്. വഞ്ചിയൂരിൽ CPM ഏരിയ സമ്മേളനത്തിനായി റോഡ് തടഞ്ഞ് വേദി കെട്ടിയ സംഭവത്തിൽ ഇപ്പോൾ 30 പേരെ പ്രതി ചേർത്തിരിക്കുകയാണ്. ഒരു സൈൻ ബോർഡ് പോലും ഈ ഒരു വിഷയത്തിൽ വച്ചിരുന്നില്ല. ഇതിന് അനുമതിയില്ലായിരുന്നു എന്ന് കോർപ്പറേഷൻ പറയുമ്പോഴും ഇതിനെതിരെ നടപടിയെടുക്കാൻ ആദ്യ ഘട്ടങ്ങളിൽ പോലീസ് തയ്യാറായിരുന്നില്ല എന്നത് ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ഹൈക്കോടതി വിമർശനത്തിന് പിന്നാലെയാണ് CPMകാരെ പ്രതി ചേർത്തത്. ഏരിയ സെക്രട്ടറി വഞ്ചിയൂർ ബാബു ആണ് ഒന്നാം പ്രതി. വേദി കെട്ടിയവരടക്കമുള്ളവരെയാണ് പ്രതി ചേർത്തത്. അതുമാത്രമല്ല ദേവിക, ഇതിലെ ഏറ്റവും രസകരമായ വസ്തുത എന്ന് പറയുന്നത് ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് പോലീസ് സ്റ്റേഷൻ എന്നുള്ളതാണ്. അവരുടെ ശ്രദ്ധയിൽപ്പെടാഞ്ഞിട്ടല്ല, പകരം ഭയന്നിട്ട് തന്നെയാണ്, രാഷ്ട്രീയ പാർട്ടികളെ ഭയന്നിട്ട് തന്നെയാണ് അവർ യാതൊരു നടപടിയിലേക്കും കടക്കാത്തത്. ഹൈക്കോടതി ചോദ്യങ്ങൾ സ്റ്റേഷൻ ഓഫീസറോട് ചോദിച്ചപ്പോൾ മാത്രമാണ് ഈ കേസ് എടുത്തത് എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. യെസ്, രശ്മി തുടരുന്നുണ്ട്. രശ്മി, നമുക്കറിയാം ഹൈക്കോടതി നിർദ്ദേശത്തിന് പിന്നാലെയാണ് ഇപ്പോൾ 30 പേരെ പ്രതി ചേർത്തിരിക്കുന്നത്, അല്ലേ? അതെ ദേവിക, ജനം TV ആണ് ഈ വാർത്ത ആദ്യം ജനങ്ങളിലേക്ക് എത്തുന്നത്, ആദ്യം ഈ വാർത്ത നൽകുന്നത്. ഏരിയ സമ്മേളനം, പാളയം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വഞ്ചിയൂരിലെ റോഡ് കയ്യേറിക്കൊണ്ട് ഇത്തരത്തിലുള്ളൊരു വേദി കെട്ടുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതും ഹൈക്കോടതിയുടെ നിയമങ്ങളെല്ലാം തന്നെ പൂർണ്ണമായി ലംഘിച്ചുകൊണ്ട് ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഈ വേദി. അതും ജില്ലാ കോടതിയുടെ മുന്നിലാണ്, പോലീസ് സ്റ്റേഷന്റെ തൊട്ടു മുന്നിലാണ് ഈ വേദി കെട്ടിയത്. പോലീസിന്റെ പൂർണ്ണ സംരക്ഷണയോടുകൂടിയായിരുന്നു ഈ വേദിയുടെ നിർമ്മാണം. അതുപോലെ തന്നെ ഈ പരിപാടി കഴിയുന്നത് വരെ, മാത്രമല്ല നാടകം ഉൾപ്പെടെ അരങ്ങേറി വൈകുന്നേരത്ത് സ്കൂളുകൾ വിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആശുപത്രിയിലേക്ക് പോകുന്നവരെയൊക്കെ തന്നെ ബുദ്ധിമുട്ടിച്ച് മണിക്കൂറുകളോളം അവിടെ ഗതാഗത കുരുക്കുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസിന്റെ പൂർണ്ണ സംരക്ഷണയിലായിരുന്നു ഈ വേദി കെട്ടിയത്. പിന്നീട് ഇത് ഈ കോടതിയുടെ ലംഘനമെന്നിരിക്കെ ഇതിൽ കേസെടുക്കാനൊന്നും തന്നെ തയ്യാറായിരുന്നില്ല. പിന്നീട് ഇത് വലിയ രീതിയിൽ ജനം TV അടക്കം ഇത് തുടർച്ചയായി വാർത്ത നൽകുന്നു. അതിനുശേഷമാണ് പിന്നീട് 30 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. അതും അവിടെ എത്തി, അതായത് ഏതോ 500 പേർ ആരോ വന്നു ഇത്തരത്തിൽ വേദി കെട്ടി എന്നുള്ള പേരിൽ 500 പേർക്കെതിരെയാണ് കേസെടുത്തത്. കോടതിയുടെ ഭാഗത്തു നിന്നും രൂക്ഷമായൊരു വിമർശനം കഴിഞ്ഞ ദിവസം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ 30 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത് ഏരിയ സെക്രട്ടറി വഞ്ചിയൂർ ബാബു ഒന്നാം പ്രതിയായിട്ടാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ സമ്മേളനം കഴിഞ്ഞ് ഇത്രത്തോളം ദിവസം എടുത്തു ഈ ഒരു കേസ് എടുക്കാൻ എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. അത് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനത്തിന് പിന്നാലെയാണ്. മാത്രമല്ല അവിടെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹത്തെ പ്രതി ചേർത്തിട്ടില്ല. മാത്രമല്ല അവിടെ MLA മാർ വന്നിരുന്നു, അവരെ ആരെയും പ്രതി ചെയ്തിട്ടില്ല. ഇപ്പൊ ഈ 30 പേരെ പ്രതി ചേർത്തതിൽ ഉള്ളത് ആ പന്തല് കെട്ടാൻ വന്ന ആളുകൾ, അതോടൊപ്പം തന്നെ ഈ മൈക്ക് ജോലി വന്ന ആളുകൾ. അവർക്ക് ഈ ഒരു അവരവർ ചെയ്തത് അവരുടെ ജോലി മാത്രമാണ്. പക്ഷേ അവർക്കെതിരെ കൂടിയാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. ഏതായാലും ഇത് എന്ത് ന്യായമാണ് എന്നുള്ളതാണ് ഉയരുന്ന ഒരു ചോദ്യം. അതും പോലീസ് സ്റ്റേഷന്റെ മുന്നിലും ജില്ലാ കോടതിയുടെ മുന്നിലും രാവിലെ മുതൽ ഏതാണ്ട് വൈകുന്നേരത്ത് 7 മണി വരെ റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തി. റോഡിന്റെ ഒത്ത നടുക്ക്, അതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണ് ഈ വഞ്ചിയൂർ. അത് ജനറൽ ആശുപത്രിയിലേക്കും സ്കൂളിലേക്കൊക്കെ പോകുന്ന പ്രധാന വഴിയാണ്. ഈ റോഡ് കയ്യേറിയാണ് വലിയൊരു സ്റ്റേജ് കെട്ടുകയും രാവിലെ മുതൽ ഏതാണ്ട് ഈ സമ്മേളനം കഴിയുന്ന രാത്രി ഏറെ വൈകി വരെയും അവിടെ റോഡ് ഗതാഗതമൊക്കെ തടസ്സപ്പെടുത്തി സാധാരണക്കാരെ ബുദ്ധിമുട്ടിച്ചത്. ഏതായാലും ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനത്തിന് പിന്നാലെയാണ് വഞ്ചിയൂർ ബാബുവിനെ ഒന്നാം പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോഴും അവിടെ വന്ന CPM സംസ്ഥാന സെക്രട്ടറി അല്ലെങ്കിൽ MLA മാരെയോ മറ്റ് പ്രമുഖരെ ഒന്നും തന്നെ കേസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പന്തല് കെട്ടാൻ വന്ന ആളുകൾ, അതോടൊപ്പം തന്നെ അവിടെ ജോലിക്കെത്തിയ ആളുകൾ, അവരെയൊക്കെ തന്നെയാണ് ഇതിൽ പ്രതി ചേർത്തിരിക്കുന്നത്. രോഹിണി. യെസ്, വഞ്ചിയൂരിൽ CPM ഏരിയ സമ്മേളനത്തിനായി റോഡ് തടഞ്ഞ് വേദി കെട്ടിയ സംഭവത്തിൽ 30 പേരെ പ്രതി ചേർത്തു. ഹൈക്കോടതി വിമർശനത്തിന് പിന്നാലെയാണ് CPMകാരെ പ്രതി ചേർത്തത്. ഏരിയ സെക്രട്ടറി വഞ്ചിയൂർ ബാബു ആണ് ഒന്നാം പ്രതി. വേദി കെട്ടിയവരടക്കമുള്ളവരെയാണ് പ്രതി ചേർത്തത്. രശ്മി കാർത്തികയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദവിവരങ്ങൾ നൽകിയത്.